welcome back to our science class. Have you read the chapter? Okay, good. So let us recall what we have studied in the last class about simple machines. Let me ask you a few questions. Then, question number 1. What are simple machines? Anybody? Yes, correct. The tools used to make our work easier are called simple machines. Then, next question. Any 3 simple machines? Yes, screw, wedge and pulley. Then, third question. 2 examples of lever. Yes, bottle opener and scissors. Then, next question. 2 examples of wedge. Yes, axe and knife. Okay. In the previous class, we have studied about simple machines and different types of simple machines. Today we are going to study about energy. E-N-E-R-G-Y. Energy. Can you say which is easier? Lifting a heavy suitcase by its handle or pulling a trolley? നമ്മൾ നല്ല ഭാരമുള്ള വെയിറ്റ് ഉള്ള ഒരു സൂട്ട് കേസ് അതിൻ്റെ ഹാൻഡിലെ പിടിച്ച് ഉയർത്തുന്നു. അതേസമയം അത് ഒരു ട്രോളി ഉപയോഗിച്ച് വലിക്കുന്നു. ഇതിലേതായിരിക്കും ഈസിയർ? യെസ്, ലിഫ്റ്റിംഗ് ഇറ്റ് വുഡ് നീഡ് മച്ച് എനർജി. അത് നമ്മൾ ഹാൻഡിലെ പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ എനർജി ആവശ്യമുണ്ട്. വൈൽ പുള്ളിങ് ഇറ്റ് എലോൺ എ ട്രോളി വുഡ് മച്ച് ഈസിയർ. ട്രോളി ഉപയോഗിച്ച് നമ്മൾ വലിക്കുമ്പോൾ വളരെ സിമ്പിളാണ്. So living things need food as fuel for energy to do different activities. Living things, നമ്മൾ ജീവനുള്ള ആനിമൽസ് എല്ലാം തന്നെ എന്ത് കഴിക്കുന്നുണ്ട്? ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടുന്നത്. എന്തിനു വേണ്ടി? നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം, നമ്മൾ വിശന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, ഓടാനോ ചാടാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഉള്ള ഒരു ഉണർവ് കാണുമോ? ഇല്ല. അപ്പം നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തില്ല? എനർജി ഇല്ല. അതേസമയം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഇതിലിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടും. എവിടുന്ന്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന്. അപ്പം നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. We need energy to do everything like walking, playing, working, cycling, etc. അപ്പം നമ്മൾ നമ്മുടെ എവരിഡേ ലൈഫിലുള്ള എന്ത് ആക്ടിവിറ്റീസ് ചെയ്യാനും, ഇപ്പം പഠിക്കാനാണെങ്കിലും വായിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും ലാഫിങ്, നമുക്ക് ചിരിക്കണമെങ്കിൽ പോലും എന്ത് വേണം? നമുക്ക് എനർജി വേണം. പീപ്പിൾ ഡൂയിങ് ഹാർഡ് ഫിസിക്കൽ വർക്ക് നീഡ് എ മോർ എനർജി ദാൻ അതേഴ്സ്. അപ്പം വളരെ ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് വേണം? കൂടുതൽ, മറ്റുള്ളവരെക്കാട്ടി കൂടുതൽ എനർജി വേണം. അതായത് ഇപ്പോൾ വിറകൊക്കെ കീറുന്നവരാണെങ്കിൽ ഇപ്പം രാവിലെ ഒരു ദോശയോ എല്ലാം കഴിച്ചിട്ട് അവർക്ക് അവരുടെ അന്നത്തെ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ വിറക് കീറുന്ന പണി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർക്ക് അവരുടെ അത്രയും ഹാർഡായിട്ടുള്ള പണി ചെയ്യണമെങ്കിൽ കൂടുതൽ എനർജി വേണം. അപ്പോൾ അവർ കൂടുതൽ ഫുഡ് കഴിക്കേണ്ടി വരും. ഓക്കെ. Car and vehicles are non-living things and require energy in the form of fuel to move. അപ്പം വാഹനങ്ങൾ, കാർ തുടങ്ങിയ വാഹനങ്ങൾ നോൺ ലിവിങ് തിങ്സ് ആണ്. പക്ഷെ അതിനും എന്ത് വേണം? എനർജി വേണം. അവർക്ക് എന്ത് ഫോമിലാണ്? അവർക്ക് ഫ്യൂവലായിട്ടാണ്. അതിന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫ്യൂവൽ വേണം. So, energy can be defined as the ability to do work. So what is energy? Yes, the ability to do work.
So energy can be defined as the ability to do work. For any kind of action to take place, energy is required. ഏതൊരു ആക്ഷൻ നമ്മൾ ചെയ്യണമെങ്കിലും എന്ത് ആവശ്യമുണ്ട്? എനർജി. ഫോർ എക്സാമ്പിൾ ബ്രീത്തിങ്. നമ്മൾ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിനും എന്ത് വേണം? എനർജി. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഐലിഡ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിനും എന്ത് വേണം? എനർജി ആവശ്യമാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. എനർജി നമുക്ക് ഉണ്ടാക്കുവാനും സാധിക്കത്തില്ല, നശിപ്പിക്കുവാനും സാധിക്കത്തില്ല. എനർജി സിംപ്ലി ചേഞ്ചസ് ഇറ്റ്സ് ഫോം ഫ്രം വൺ കൈൻഡ് ടു അനദർ. ഇനി ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. There are different forms of energy like wind energy, solar energy, chemical energy, muscular energy, etc. Energy യുടെ പല ഫോംസ് ഉണ്ട്. എക്സാമ്പിൾ വിൻഡ് എനർജി, solar energy, wind energy, solar energy, chemical energy, muscular energy, etc. The chemical energy in food we eat get converted into muscular energy that help us make movements such as walking, running, climbing up and down, etc. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എന്താണ്? കെമിക്കൽ എനർജിയാണ്. അതിൽ ആ കെമിക്കൽ എനർജിയെ എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്? മസ്കുലർ എനർജി. അപ്പൊ ആ മസ്കുലർ എനർജി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൂവ്മെന്റ്സ് ഒക്കെ നടത്തുന്നത്. അതായത് നമ്മൾ നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും എല്ലാം എന്താണ്? മസ്കുലർ എനർജി യൂസ് ചെയ്താണ്. ഓക്കെ, so let us learn about sources of energy. SOURCES, sources of energy. Energy is obtained from different sources. നമുക്ക് പല സോഴ്സിൽ നിന്നും എനർജി ലഭിക്കും. ഫസ്റ്റ് വൺ, സൺ. So first source is sun. The sun is the most important source of energy on the earth. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഭൂമിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? സൺ. The energy that we get from the sun is called solar energy. നമുക്ക് സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയും എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സോളാർ എനർജി. Plants trap solar energy to make food. പ്ലാന്റ്സ് ഈ സോളാർ എനർജി യൂസ് ചെയ്താണ് അത് എന്തുണ്ടാക്കുന്നത്? ഫുഡ്. ആ പ്രോസസ്സിന് പറയുന്ന ഒരു പേരുണ്ടോ? ഓർമ്മയുണ്ടോ? യെസ്, ഫോട്ടോസിന്തസിസ്. The food has energy stored in the form of chemical energy. Solar energy is used to cook food using solar cookers. നമ്മൾ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ഫുഡ് കുക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ ഏത് ഉപകരണമാണ്? സോളാർ കുക്കർ ഉപയോഗിച്ച്. ആരുടെയെങ്കിലും വീട്ടിൽ സോളാർ കുക്കർ ഉണ്ടോ? യെസ്. It can also be converted into electrical energy through solar panels. അതുപോലെ തന്നെ സോളാർ എനർജിയെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഇലക്ട്രിക്കൽ എനർജി. അത് സോളാർ പാനൽ യൂസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് വീട്ടിലുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ നമുക്ക് അതുകൊണ്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ലൈറ്റ്, ഫാൻ അങ്ങനെ തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. Then next is wind. Can you say what is wind? Yes, moving air is called wind. Moving air is called wind. Wind energy turns the blades of a windmill to generate electricity, draw
underground water or to grind grains into flour. നമ്മൾ ഈ വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട് വിൻഡ് മില്ലിന്റെ ബ്ലേഡൊക്കെ ഇങ്ങനെ കറക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സിനിമയിലെങ്കിലും കണ്ടു കാണുമല്ലോ വിൻഡ് മിൽസ് ഒക്കെ. യെസ്. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ, വെള്ളം കോരാനായിട്ട് സഹായിക്കും. അതുപോലെ എന്താണ്, നമ്മുടെ ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ പൊടിക്കാനും അരയ്ക്കാനും ഒക്കെ എന്തുപയോഗിക്കാറുണ്ട്? വിൻഡ് എനർജി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് വാട്ടർ. The next source of energy is water. Moving water possesses a lot of energy. Dams are built to use the energy of water. ഡാം കെട്ടി അവിടെ വെള്ളം കെട്ടി ഇങ്ങനെ നിർത്തിയിട്ട് അത് ഒഴുക്കി വിടും. അപ്പോൾ എന്താണ്, ആ ഫോഴ്സ് കൊണ്ട് എന്താണ്, ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ് ഈസ് അലൗഡ് ടു ഫോൾ ഫ്രം എ ഹൈറ്റ് ഓൺ ടർബൈൻസ്. ആ ഉയരത്തിൽ ഉള്ള വെള്ളം കെട്ടി നിർത്തിയിട്ട് അത് ഒഴുക്കി വിട്ടിട്ട് ആ ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തി കൊണ്ട് വലിയ ടർബൈനുകൾ കറക്കും. As a result, the turbines rotate and help produce electricity. അപ്പോൾ അതിൽ നിന്നും ആ വെള്ളത്തിന്റെ ആ ഒഴുക്കിന്റെ ശക്തി കൊണ്ട് ടർബൈൻ കറക്കി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, the next is fuels. Substances like coal, petrol, diesel, compressed natural gas, that is CNG, kerosene and wood are burned to produce heat and power are called fuels. So, coal, petrol, diesel, അതുപോലെ CNG, kerosene, wood തുടങ്ങിയവയെല്ലാം നമുക്ക് കത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? ഹീറ്റ്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പവർ കൊണ്ട് അതാണ് എന്ത്? ഫ്യൂവൽസ്. ഓൾ ദി വെഹിക്കിൾസ് ലൈക്ക് കാർസ് ആൻഡ് ബസ്സസ് യൂസ് ഫ്യൂവൽസ് ടു മൂവ്. നമുക്കറിയാം എല്ലാ വാഹനങ്ങളും മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ആവശ്യമുണ്ട്? യെസ്, ഫ്യൂവൽസ്. ഫ്യൂവൽസ് ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ് ഓൾസോ. അതുപോലെ തന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഫ്യൂവൽസ്. സോ എനർജി ക്യാൻ ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമുക്ക് എനർജിയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ഇലക്ട്രിക് ബൾബ്സ്, ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബൾബ്, അവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ലൈറ്റ് എനർജി. ഇനി ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. നമ്മൾ സാധാരണയായിട്ട് അയൺ ചെയ്യാൻ, തുണിയൊക്കെ നമ്മൾ അയൺ ചെയ്യാറുണ്ടല്ലോ, അവിടെ ഇലക്ട്രിക് എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഹീറ്റ്. ആ ചൂട്, ഹീറ്റ് എനർജി യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തുണിയൊക്കെ അയൺ ചെയ്യുന്നത്. സോ ലെറ്റ് us conclude. Today we have learned about energy, different forms of energy and sources of energy. So what is energy? Yes, the ability to do work is called energy. നമുക്ക് പ്രവൃത്തി ചെയ്യുവാനുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത്? എനർജി. Then wind energy, solar energy, chemical energy and muscular energy are some forms of energy. Sun, wind, fuels and water are some sources of energy. Okay, I am sending the notes of this chapter soon. All of you please copy the notes into your science notebook. Then you should complete the exercise given in the textbook.
I will send the answers of these exercise in the next class. Please check the answers and correct it. Okay, thank you.